സി വിനോദിന്റെ പ്രതികരണമാണ്. തനിക്കെതിരെ വ്യാജ പരാതിയാണ്. ഇക്കാര്യത്തിൽ അപകീർത്തി കേസ് കൊടുക്കും എന്നാണ് സി ഐ പറയുന്നത്. ഈ പരാതിക്കാരിയുടെ മുൻകാല ചരിത്രം ശരിയല്ല എന്ന രൂപത്തിലാണ് ഇപ്പോൾ സി ഐ പ്രതികരിച്ചിരിക്കുന്നത്. തനിക്കെതിരെ നടന്നത് വ്യാജ പരാതിയാണ്. ഒരു വീടിൻ്റെ പ്രശ്നവുമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതിയല്ല. ഇപ്പോൾ അവർ അവകാശപ്പെട്ടതുപോലെ വീടിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട അവകാശ തർക്കവുമായിട്ടല്ല തന്നെ ഈ സ്ത്രീ സമീപിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ടി വി പ്രസാദ് ഉണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ സി ഐ വിനോദ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ എത്രത്തോളം വ്യക്തതയുണ്ട്? സ്മൃതി, അങ്ങനെ ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് പ്രേക്ഷകരും ഒപ്പം സ്മൃതിയും നമ്മളെല്ലാവരും കണ്ടതാണ്. നമ്മുടെ ചോദ്യത്തോട് എങ്ങനെയാണ് സി ഐ പ്രതികരിച്ചതെന്നുള്ളത് നമ്മുടെ ചോദ്യം സ്പെസിഫിക് ആയിരുന്നു സ്മൃതി. അതായത് നമ്മുടെ ചോദ്യം ഇതായിരുന്നു: വസ്തു തർക്കവുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരുന്നോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല. ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം: ഇയാൾ ചൂഷണം ചെയ്തു, ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിൽ സി ഐ 2 വനിതാ പോലീസുകാരെ ഇവരെ വീട്ടിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തത് FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണോ? അതിൽ FIR ഉണ്ടോ? അതിലും മറുപടിയില്ല. ആ കേസ് എങ്ങനെ അവസാനിപ്പിച്ചു? അതിൽ മറുപടിയില്ല. ഗുരുതരമായ ആരോപണം ഈ സ്ത്രീക്കെതിരെ സി ഐ ഇവിടെ ഉന്നയിച്ചത് ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ്. ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അവർ ഹണി ട്രാപ്പ് കേസിൽ പെട്ടതാണെന്ന് പറയണമെങ്കിൽ സ്വാഭാവികമായി അങ്ങനെ ഒരു FIR ഉണ്ടാകണം, അല്ലെങ്കിൽ പൂർണ്ണമായ ബോധ്യം ഏതെങ്കിലും തരത്തിലുണ്ടാകണം. നമ്മളത് വ്യക്തമായി ചോദിച്ചു സ്മൃതി. ഇവർ ഹണി ട്രാപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുള്ള സമയത്ത് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഹണി ട്രാപ്പിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അപ്പോഴാണ് വീണ്ടും ഉരുണ്ട് കളിക്കുന്നത് കണ്ടത്. ചുരുക്കത്തിൽ ഇവിടെ നിന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലായത് SP സുജിത് ദാസും VV ബെന്നിയും ഇപ്പോൾ സംസാരിച്ച CI വിനോദും ഉൾപ്പെടെയുള്ളവർ വലിയ മഹത് വ്യക്തികളാണെന്നും കേരളത്തിലെ പോലീസിൽ നടക്കുന്നത് ഏറ്റവും മികച്ച കാര്യമാണെന്നും അതിനെ കരിവാരിത്തേൽക്കാനുള്ള ഹീനമായ ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നതെന്നുമാണ് CIയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു കാര്യം ഉറപ്പാണ് സ്മൃതി, സ്പെസിഫിക്കായി നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്ക് ആദ്യം നമ്മളോട് തനിച്ച് സംസാരിച്ചപ്പോൾ മറുപടിയില്ല, എല്ലാവരും കൂടി വന്നപ്പോൾ മറുപടിയില്ല, എല്ലാവരും കൂടി വന്നപ്പോൾ നമ്മുടെ ചോദ്യത്തെ ബോധപൂർവം മാറ്റി ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് വിഷയത്തിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ്. നമ്മുടെ മുന്നിൽ ഒരു സ്ത്രീ, ഒരു പരാതിക്കാരി, അവരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചു എന്നൊരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അവരുടെ ഒരു പരാതിയായി അവർ പറയുന്നു. 2022 നടന്ന സംഭവമാണെന്നും താനൊരു പരാതി നൽകാൻ ശ്രമിച്ചപ്പോൾ അതിന്മേൽ ആ പരാതിയിൽ FIR ഇടാതെ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന ഈ CIക്കെതിരെയാണ് ആദ്യമായിട്ട് ആരോപണം ഉന്നയിക്കുന്നത്. പിന്നീട് ഇതേ പരാതി താൻ DYSPയുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നു. അവിടെയും തനിക്ക് മോശം അനുഭവം എന്ന് പറയുന്നു. അതിനുശേഷം SPയെ കാണുമ്പോൾ SPയിൽ നിന്നും ബലാത്സംഗം നേരിടേണ്ടി വന്നു എന്നാണ് ഈ സ്ത്രീ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോകണം. ഇവർ അങ്ങനെ ഒരു പരാതി നൽകി അതിൻ്റെ FIR ഇട്ടിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ CI പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ സ്ത്രീ വസ്തുതർക്കവുമായി ബന്ധപ്പെട്ടല്ല പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഒരു ഓട്ടോയിൽ വരുന്ന സമയത്ത് ഓട്ടോക്കാരൻ മോശമായി പെരുമാറി എന്ന പരാതിയാണ് നൽകിയത്. അതിൻ്റെ FIRും ഡീറ്റെയിൽസും ഉണ്ട്. അത് സീസ് ചെയ്തിരുന്നു, ഓട്ടോറിക്ഷ സീസ് ചെയ്തിരുന്നു, ഓട്ടോക്കാരനെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ പോലീസുകാരൻ പറയുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ കൂടി നമ്മൾ ശേഖരിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ ആ സീക്വൻസിൽ ആ ദിവസങ്ങളിൽ അങ്ങനെയുള്ള പരാതി അവിടെ എത്തിയിട്ടുണ്ടോ, അതെന്താണ് സംഭവിച്ചതെന്ന് കൂടി അറിയേണ്ടതുണ്ട് പ്രസാദ്. ഉറപ്പായും സ്മൃതി, അത്തരം വിശദാംശങ്ങളിലേക്ക് നമ്മൾ ഇനി പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്. അതായത് ഇരുട്ടിൽ നിർത്തി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് CIയുടെ വാക്കുകളിൽ അവരുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത്. ചുരുക്കത്തിൽ ഈ പരാതിയുടെ വ്യക്തതയ്ക്ക് വേണ്ടി നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് നേരത്തെ ഉള്ള കേസുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഈ ഓട്ടോറിക്ഷക്കാരനുമായി ബന്ധപ്പെട്ട പരാതി വ്യാജമായിരുന്നുവെങ്കിൽ എന്തിനാണ് അതിൽ FIR ഇട്ട് ഓട്ടോറിക്ഷ ഡ്രൈവറെ റിമാൻഡ് ചെയ്ത്? ഒരു ഓട്ടോറിക്ഷക്കാരൻ അപമര്യാദയായി പെരുമാറി എന്നതിൻ്റെ പേരിൽ അവർ പരാതിപ്പെട്ടു എന്നത് വലിയ കുറ്റമായി ഇവിടെ പറയുന്നു. അങ്ങനെ ഇവർ ഹണി ട്രാപ്പുകാരിയായി ചിത്രീകരിക്കുന്നു. ഒരു തെറ്റും ചെയ്തില്ല.
പ്രസാദ്, ഈ CI പറയുന്നത് നമ്മളും കേൾക്കുകയാണല്ലോ. അയാൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ ഓട്ടോ റിക്ഷക്കാരനുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്ന ഘട്ടത്തിൽ, അത് FIR രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിൽ പോലീസുകാർ തന്നെ ചില സൂചനകൾ നൽകുന്നതാണ്. ഇവരെ ശ്രദ്ധിക്കണം, ഇവർ മുമ്പും പോലീസ് സ്റ്റേഷനിൽ ഇത്തരം പരാതികളുമായി വന്നിട്ടുണ്ട്, എന്നിട്ട് പുറത്ത് അത് തീർപ്പാക്കുകയും പണം തട്ടുകയുമാണ് ഇവരുടെ രീതി എന്ന് ചിലർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിന്മേൽ FIR ഇടുക എത്രത്തോളം സാധ്യമാണെന്നൊരു സംശയം അവിടെ നിൽക്കുന്നു. ഏതായാലും അതിന്മേൽ അന്വേഷണം നടത്തുകയും ഈ ഓട്ടോക്കാരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത പരാതിയിലേക്ക് കൂടി പോകണം പ്രസാദ്. രണ്ടാമത് ഒരു സിവിൽ പരാതിയുമായി സമീപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അതെന്താണ് ആ പരാതി എന്നതിൽ വ്യക്തതയുണ്ടോ? അതാണോ ഈ പറയുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട, അവരുടെ വീടുമായി ബന്ധപ്പെട്ട തർക്കം എന്നതാണ് അറിയേണ്ടത്. അതിന്മേൽ FIR ഇട്ടോ ഇല്ലയോ? അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത് സ്മൃതി. ഞാൻ തുടക്കത്തിൽ ഞാനും CIയും മാത്രമുള്ള സംസാരത്തിനിടയിൽ ആ വിഷയത്തെക്കുറിച്ച് പലതവണ ചോദിച്ചപ്പോഴും അതിലേക്ക് വരാൻ തയ്യാറായില്ല. ഏറ്റവും അവസാനം എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്താണ് ആ ഭാഗത്തേക്ക് വന്നതും അപ്പോൾ തന്നെ സ്വയം അവസാനിപ്പിച്ച് CI മടങ്ങുകയും ചെയ്തു. ഏതായാലും പൂർണ്ണമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടില്ല. ശ്രുതി പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതായത് ഒരു വിഷയം വരുമ്പോൾ ഒരു മനുഷ്യനെ ഇരുട്ടത്ത് നിർത്തി അവർ ഹണി ട്രാപ്പിൻ്റെ ഭാഗമാണെന്ന് ഇല്ലാത്ത കേസിൻ്റെ പേരിൽ പറയുകയും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് പറയുകയും ഇവർ ചൂഷണം ചെയ്തു എന്ന പരാതി FIR ഇടാതെ അന്വേഷിക്കുകയും ചെയ്ത സംഭവത്തിലെ വിശദീകരണം ചോദിച്ചപ്പോഴും മറുപടി പറയാതെ കേരള പോലീസ് സേന വലിയ മഹത്താണ് എന്ന രീതിയിലുള്ള സന്ദേശം പ്രചരിപ്പിക്കാൻ അവർക്കെതിരായ ആരോപണങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. താനൂർ SI ആയിരുന്ന, അല്ലെങ്കിൽ നേരത്തെ പൊന്നാനി SI ആയിരുന്ന കൃഷ്ണലാലിനെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും കണ്ടു. ഞാൻ മനസ്സിലാക്കിയ ശരിയാണെങ്കിൽ കൃഷ്ണലാല് അവിടെ ഭാര്യയ്ക്കൊപ്പമാണ്. ഭാര്യയ്ക്ക് ഇവിടെ മലപ്പുറത്ത് ജോലിയാണ്, അവരുടെ കൂടെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അവിടെ അങ്ങനെ ഒരു ജോലിക്കാരി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ജോലിക്കാരിയാണ് നേരത്തെ ഇവർ ഉണ്ടായിരുന്നത് എന്ന് പോലും പ്രചരിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ പ്രചരണം മാറുകയാണ്. ഇതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് സ്മൃതി. ഇവരുടെ പ്രതികരണങ്ങളിൽ തീർച്ചയായും അതിൻ്റെ പിന്നാലെ നമുക്ക് പോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു ആരോപണം, സാക്ഷികളുള്ള ആരോപണം, ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളാണ് വളരെ വ്യക്തമായി വ്യക്തതയോടുകൂടി ഞങ്ങൾ പ്രേക്ഷകരുടെ ഒരു ഭാഗത്തു നിന്നുള്ളതും നമ്മുടെ ശരിയായി നമ്മൾ വ്യാഖ്യാനിക്കേണ്ട, നമുക്ക് മുന്നിൽ വരുന്ന ചില ആരോപണങ്ങളാണ്. അതിൻ്റെ നിജസ്ഥിതിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ സംസാരിക്കേണ്ടതില്ല. നമുക്ക് കൃത്യമായും ആ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീ വന്ന് ഇന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പീഡിപ്പിച്ചു എന്ന ആരോപണം ഉന്നയിക്കുന്നു. അതിന്മേൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് തൻ്റെ ഭാഗം വിശദീകരിക്കുന്നു, അത് കേൾക്കുന്നു. അതിനുശേഷം എന്താണ് പോലീസ് സ്റ്റേഷനിൽ യഥാർത്ഥത്തിൽ എന്തൊക്കെ കേസുകളിൽ FIR ഇട്ടു, എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണം മുന്നോട്ട് പോയി എന്ന കാര്യത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇതിലൊരു എഡിറ്റോറിയൽ സ്വഭാവത്തിൽ നമ്മൾ ഇതിൽ സംസാരിക്കുകയേ വേണ്ട. നമ്മൾക്ക് സത്യം തെളിയുകയാണ് വേണ്ടത്. എന്ത് കാര്യത്തിലായാലും നമുക്ക് നേരത്തെ SP-യുമായി ബന്ധപ്പെട്ട് നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ എന്നുള്ളത് ഒരു ടെലിഫോൺ സംഭാഷണമാണല്ലോ. PV അൻവറിനോട് സംസാരിക്കുന്നു. ഒരു MLA-യോട് SP കെഞ്ചുന്നത് എന്ത് കാര്യത്തിലാണ്, തനിക്കെതിരായ പരാതി ഒന്ന് പിൻവലിക്കൂ എന്ന് കെഞ്ചുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അയാളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ തെളിവ് അയാൾ തന്നെ നൽകുകയാണ്. അതാണ് നമ്മുടെ മുന്നിൽ യഥാർത്ഥ തെളിവ്. അവർ തന്നെ ഈ കാര്യത്തിൽ എത്രത്തോളം കറപ്റ്റാണ് എന്നുള്ളതിൽ. ഇതിൽ നമുക്ക് ചില വിവരങ്ങൾ, ചില പ്രതികരണങ്ങൾ വരുന്നു. അതിന് നിജസ്ഥിതിയിലേക്ക്, അന്വേഷണത്തിലേക്ക് പോവുകയാണ് വേണ്ടത്. പ്രസാദ്, ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഈ രണ്ടാമത്തെ പരാതി എന്താണ് എന്നതിൽ വ്യക്തതയാണ് നമുക്ക് ഈ അടുത്തത് വേണ്ടത്. എന്തായാലും 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. CIക്കെതിരെ അവിടെ SHO ആയിരുന്ന ഘട്ടത്തിൽ അവിടെ ഒരു പരാതിയുമായി താൻ പോകുമ്പോൾ ആ പരാതി രജിസ്റ്റർ ചെയ്യാതെ തൻ്റെ വീട്ടിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ CI പറയുന്നു എന്ത് രേഖകളും പരിശോധിക്കാം, ടവർ ലൊക്കേഷൻ പരിശോധിക്കാം, ആ വീട് എവിടെയാണെന്ന് പോലും തനിക്കറിയില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അത് വിശദീകരിക്കുന്നത്. തനിക്ക് വീടും കുടുംബവും ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് എല്ലാവരെയും സംബന്ധിച്ചും അത് പ്രധാനം തന്നെയാണ്. നമ്മൾ ആരെയും അപമാനിക്കാൻ ശ്രമിക്കുകയല്ല. വാർത്ത വരുമ്പോൾ ആ വാർത്ത നൽകേണ്ടതുണ്ട്. ഒരു ആരോപണം വരുമ്പോൾ അത് നൽകേണ്ടതുണ്ട്. അത് നിജസ്ഥിതിയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. നമുക്ക് ആ അന്വേഷണം തുടരാം പ്രസാദ്. ഇനി എന്താണ് അറിയേണ്ടത്? രണ്ടാമത്തെ പരാതി എന്തുകൊണ്ട് അതിൽ FIR ഇട്ടില്ല? അത് ഒരു സിവിൽ കേസാണെങ്കിൽ അതെന്തായിരുന്നു എന്നതിൽ വ്യക്തതയാണ് വരുത്തേണ്ടത്. ആ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ചില പോലീസുകാരെങ്കിലും ഈ ഒത്തുതീർപ്പ് പരിപാടികളിൽ ഭാഗമായിരിക്കുന്നു എന്ന കാര്യം കൂടി CI വെളിപ്പെടുത്തുന്നുണ്ട്. ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ പണം തട്ടുന്ന ഏർപ്പാടിൽ അതിൻ്റെ ഒരു ഭാഗം വാങ്ങിക്കൊണ്ട് പുറത്ത് കേസ് ഒത്തുതീർപ്പാക്കുന്നു. അതായത് FIR ഇടാതെ പുറത്ത് കേസ് ഒത്തുതീർപ്പാക്കുന്നു. അങ്ങനെ ഒരു ശൈലി അവിടെയുണ്ട്, ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. അതിന് താൻ തടയിട്ടു എന്ന് കൂടി CI പറയുന്നു. നമുക്കറിയില്ല ഏത് ഉദ്യോഗസ്ഥർ ഈ രൂപത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത്. അതിൻ്റെ നിജസ്ഥിതിയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് പ്രസാദ്.
ഉറപ്പായും സ്മൃതി, അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഈ CIയുടെ വെളിപ്പെടുത്തലോടുകൂടി നമ്മുടെ അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കുകയല്ലല്ലോ, നമ്മുടെ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയല്ലല്ലോ. ഇതിൻ്റെ തുടർച്ച തന്നെയാണ് ഇനി തീർച്ചയായും ഉണ്ടാവേണ്ടത്. ഒരു വ്യക്തി ഒരു പരാതിയുമായി നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് കിട്ടാവുന്ന തെളിവുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് അത് സത്യമാണോ വ്യാജമാണോ എന്നുള്ള പരിശോധനയാണ്. ഇത് പരിശോധിച്ച സമയത്ത് 100% സത്യമാണ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന വിവരങ്ങളാണ് നമുക്ക് കിട്ടിയത്. പൂർണ്ണ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മുടെ വാർത്ത. ആ വാർത്ത തന്നെയാണ് നമ്മൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിന്നാലെ അതിൻ്റെ നിജസ്ഥിതികൾ നമുക്ക് തേടി പോകേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ തുടരും. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമ്മൾ ഉന്നയിച്ച സ്പെസിഫിക്കായ ആരോപണങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് SP സുജിത് ദാസ് മഹാനാണെന്നും VV ബെന്നി മഹാനാണെന്നും പറയുന്ന രീതിയിലേക്ക് ഒരു മറുപടി വരുമ്പോൾ തീർച്ചയായും അത് കേട്ട് നമുക്ക് കയ്യും കെട്ടിയിരിക്കാൻ കഴിയില്ല. നമ്മുടെ വ്യക്തമായ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. മറുപടി പറയാതിരിക്കാനും പറയാനുമുള്ള ഒരു അവകാശം ഈ CIയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. സ്മൃതി പറഞ്ഞതുപോലെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കും. നമ്മുടെ അന്വേഷണം അവസാനിപ്പിക്കുകയല്ല, തുടരുകയാണ്. തീർച്ചയായും ആരെയും അപമാനിക്കാനും ആരെയും മഹാനാക്കാനും നമ്മൾ മുതിരുന്നില്ല. വാർത്ത സത്യസന്ധമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ആ ധർമ്മം മാത്രമാണ് നമ്മൾ നടപ്പാക്കേണ്ടത്.